ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 690 മാർക്കോടുകൂടി നീറ്റ് ടോപ്പറായി ബ്രില്യൻറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ് ടോം മാത്യൂസ്. അപ്പോൾ ടോമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ടോമിനോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മോനെ, എന്ത് തോന്നുന്നു തിരിച്ച് ബ്രില്യൻറ്റിലേക്ക് ഇന്ന് വരുമ്പോഴത്തേക്ക്? വളരെ സന്തോഷം തോന്നുന്നു. ഒത്തിരിയേറെ നന്ദിയും കടപ്പാടും ഉണ്ട് ബ്രില്യൻറ്റിന് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചതിന് വളരെ സന്തോഷം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോന് ഏത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു എന്നും കൂടെ ഒന്ന് പറയാമോ? നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഞാൻ ബ്രില്യൻറ്റിൻ്റെ +1+2 റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു, ഷാവറയിലായിരുന്നു പഠിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ ചിട്ടയായ പരിശീലനമാണ് അവിടെ നേടിയത് അല്ലേ? 2 വർഷം നമ്മുടെ സ്കൂളിനോടൊപ്പം തന്നെ ബ്രില്യൻറ്റിൻ്റെ ഉച്ച കഴിഞ്ഞ കോച്ചിങ് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ബ്രില്യൻറ്റിൻ്റെ അധ്യാപകർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന രീതിയും നീറ്റിന് പഠിക്കുന്ന രീതിയും രണ്ടാണല്ലേ? ഈവൻ ദോ നമ്മുടെ ടോപ്പിക്കുകൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്നൊന്ന് പറയാമോ? രണ്ടും കാര്യം പറഞ്ഞാൽ പഠിക്കാനും ഒന്ന് തന്നെയാണ്. പിന്നെ പരീക്ഷ എഴുതുന്നതും പരീക്ഷയോട് അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് മാത്രം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ രണ്ടിനും ഞാൻ രണ്ടായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്നായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും ബോർഡ് എക്സാമിനാണെങ്കിലും ഡെറിവേഷൻ സഹിതവും എല്ലാം ഒരുമിച്ച് തന്നെ പഠിക്കാറുള്ളായിരുന്നു. അത് രണ്ടിനും തന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. കുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്, അയ്യോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്ന ഓരോ എക്സ്പീരിയൻസസ് എന്നും പറയുന്നത്. അപ്പം മോനെ, ആദ്യം എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇത്രയും നല്ലൊരു സ്കോറ് കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നോ? എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ സെൻറ്ററിലെ പരീക്ഷ 20 മിനിറ്റ് വൈകിയാണ് തുടങ്ങിയത്. ഞങ്ങൾക്കും തുടക്കം മുതലേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനിടെ തന്നെ ഇവർ ഇൻസ്ട്രക്ഷൻ പറയാൻ വേണ്ടി പരീക്ഷ സമയം തുടങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്കായിട്ടൊക്കെ ഇൻസ്ട്രക്ഷൻ തരുന്നത്. അപ്പം സമയനഷ്ടം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ശരിക്കും ഒരു പേടിയും ഭയം ഉണ്ടായിരുന്നു. ഈ 600-650 മേളിൽ കിട്ടുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒത്തിരി പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം അത്രയും കയറി എത്താൻ പറ്റിയതാണ്. പരീക്ഷയുടെ സമയത്ത് എൻ്റെ അമ്മയും അച്ഛനും മുഴുവൻ സമയം പള്ളിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ ബന്ധുക്കളോടും അധ്യാപകരോടും സുഹൃത്തുക്കളോടും ഒക്കെ പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ഇല്ലാതെ കിട്ടാൻ സാധ്യത ഒരിക്കലും പ്രതീക്ഷയില്ലാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദൈവതുല്യരായിട്ടാണ് എല്ലാവരും തന്നെ കാണുന്നത് അല്ലേ? അപ്പം അതുപോലെ ഒത്തിരിയധികം രോഗികൾക്ക് ആശ്വാസമാകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മോനെ, എന്താണ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് മോനെ എത്തിച്ചത്? കാര്യം പറഞ്ഞാൽ ഡോക്ടറാകുക എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഒന്നും അല്ലായിരുന്നു. ശരിക്കും 10 കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മേഖല, എൻട്രൻസ് മേഖല പൊതുവേ എല്ലാവരും പറയുന്നൊരു മേഖലയാണ്, നല്ലതാണ്, സേഫാണ്, ജോലി മൊത്തത്തിൽ സേഫാണ്. അപ്പം എഞ്ചിനീയറിങ്ങും മെഡിക്കലും ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, രണ്ടും സേഫാണ്. പിന്നെ അന്നേരം കേട്ടത് എഞ്ചിനീയറിങ് കുറച്ചും കൂടെ അല്പം കൂടെ ഇപ്പം മങ്ങിപ്പോകുന്ന ഒരു മോഡലാണ്. ഡോക്ടറാണെങ്കിൽ ആ ഡിഗ്രിക്ക് നല്ലൊരു വിലയുണ്ട്. MBBS ഡിഗ്രി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ മെഡിക്കലിന് ചേർന്നതാണ്, അല്ലാതെ അതിനോട് പ്രത്യേക ഒരു താല്പര്യമോ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് ആർമി വളരെ താല്പര്യമായിരുന്നു. അപ്പം FMC ചേർന്നാലുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മെഡിക്കലിനോട് കയറി ഒരു നല്ലൊരു ജോലി, പ്രൊഫഷൻ എല്ലാവരുടെയും ആഗ്രഹം. മോൻ നീറ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതല്ല. പക്ഷേ എന്നാലും ഓക്കെ, ആ ഒരു ഡ്രീം എടുത്തേക്കാം എന്ന് വിചാരിച്ച ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വന്നു. 690 എന്ന് പറയുന്ന ഈ ഒരു സ്കോർ മോൻ ലഭിച്ചു. അപ്പം മോൻ പറഞ്ഞ പോലെ AFMCയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോൻ ഏത് കോളേജിൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേരാനാണ്. കാര്യം പറഞ്ഞാൽ എനിക്ക് AFMCയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാരണം പല സാഹചര്യങ്ങളിലും ഞാൻ കോട്ടയത്ത് തന്നെ ചേരുന്നുള്ളൂ. കാരണം എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും ആർമി എന്ന ആ ഒരു ആഗ്രഹത്തിലോട്ട് വേണമെങ്കിൽ കയറാം. അന്നേരമായിരിക്കും നമുക്ക് കൂടുതൽ പക്വതയോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ എങ്ങാനും FMCയിൽ കയറിയിട്ട് നമുക്ക് മാറണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വന്നിട്ട് അതായത് നമുക്ക് പക്വതയുള്ള തീരുമാനത്തോടെ ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം അന്നേരം ആകുമ്പോൾ നമുക്ക് ശരിക്കും തീരുമാനിക്കും. ഇപ്പോഴാണെങ്കിൽ പേരൻസിനോട് സമയം ചെലവഴിക്കാനും സാധിക്കും. ഇവിടെ വീടിനടുത്ത് തന്നെയാണ്, വന്നു പോവുകയും ചെയ്യാം. ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. അതെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കാണാം.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.